മാനവകുലത്തിനു വേണ്ടിയുള്ള ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അത്യന്തം മഹനീയവും വിസ്മയകരവുമാണ്. മനുഷ്യചരിത്രത്തിൽ ആരംഭകാലം മുതൽ തുടങ്ങുന്ന നിഗൂഢമായ ഇടപെടലുകളിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യാവബോധത്തിൽ തൻ്റെ സമൂഹത്തെ വളർത്തിക്കൊണ്ടിരുന്നു. ഓരോ നിമിഷവും അവർക്കൊപ്പമായിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുസഭയാകുന്ന സ്വന്തം സമൂഹത്തെയും അവിടുന്ന് ഒരുക്കി. അനന്തമായ ദൈവീക പരിപാലനയിലൂടെ കാലങ്ങൾ കടന്ന് ദൈവമഹത്വം ദർശിക്കുവാനായി തൻ്റെ പ്രിയപ്പെട്ടവരുടെ നയനങ്ങൾക്ക് കൃപ നൽകിയ ദൈവം അവരെ നയിക്കുവാനായി തൻ്റെ പ്രതിപുരുഷന്മാരായ അഭിഷിക്തരെ നിയോഗിച്ചു. പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ശുശ്രൂഷകർ തങ്ങൾക്കുമേലുള്ള ദൈവിക നിയോഗത്തിൻ്റെ പിൻബലത്തിൽ അവിടുത്തെ അജഗണത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. ആത്മീയ തീഷ്ണത കൊണ്ടും പ്രബോധനം കൊണ്ടും ഒരു വലിയ ജനതയ്ക്ക് മാർഗദീപമായി മാറിയിരിക്കുന്ന ശക്തനായ ദൈവശുശ്രൂഷകൻ, പാണ്ഡിത്യം കൊണ്ടും നേതൃപാടവം കൊണ്ടും ശ്രദ്ധേയനായ അഭിഷിക്തൻ, എക്കാലവും കേരള സഭാചരിത്രത്തിൽ നിർണായക സ്ഥാനം വഹിച്ചിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 4ാമത്തെ ഇടയൻ, അഭിവന്യ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തൻ്റെ പ്രവർത്തന രീതികൾ കൊണ്ടും ജീവിതാനുഭവങ്ങൾ കൊണ്ടും വ്യത്യസ്തനാണ്. ഇന്ന് സാമൂഹികവും ആത്മീയവുമായ രംഗങ്ങളിൽ ഒരുപോലെ ശ്രദ്ധേയവും നിർണായകവുമായ ഒരു നേതൃസ്ഥാനത്തായിരിക്കുമ്പോൾ ഈ വ്യക്തിത്വം ഏറെ തിളക്കമാർന്നതായി മാറുന്നു. സവിശേഷമായൊരു ദൈവിക തെരഞ്ഞെടുപ്പിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തലിൻ്റെയും പശ്ചാത്തലങ്ങളിൽ നിന്നും ദൈവവിളിയുടെ സ്വർഗീയ ചക്രവാളത്തിലേക്ക് പറന്നെത്തിയ ഈ ജീവിതം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് വിസ്മയനീയമായ ദൈവിക പദ്ധതികളുടെ മാഹാത്മ്യമാണ്. ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവിൻ്റെ ജീവിതാനുഭവത്തിലേക്ക് ഒരു പുനഃപ്രയാണം നടത്തുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമാകുന്ന ഒരു ചിത്രം ഏറെ അനുഗ്രഹീതവും അനുകരണാർഹവുമായ ഒരു ബാല്യകാലവും ജീവിത പശ്ചാത്തലവുമാണ്. ഇന്ന് അഭിഷിക്തരുടെയും സന്യസ്തരുടെയും വിളഭൂമിയായി നിലകൊള്ളുന്ന ഈ നാടിനെ ഏറെ നന്മകളിലേക്ക് എന്നും നയിക്കുന്ന നന്മ നിറഞ്ഞ ഗ്രാമീണതയുടെ ദൃശ്യം ഇവിടെ വ്യക്തമാണ്. അതെ, മനുഷ്യ മനസ്സുകളിലും പ്രകൃതിയിലും നിറഞ്ഞു നിന്നിരുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും കതിരുകൾ. അതാണ് ഈ മലയാള നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം ദേശമാക്കി ഉയർത്തിയത്. ഞാൻ ജനിച്ചു വളർന്നത് ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൻ്റെ പേര് കൊങ്ങാണ്ടൂർ എന്നാണ്. അയർക്കുന്നം, പുന്നത്തുറ, കിടങ്ങൂർ എന്നീ ഗ്രാമങ്ങളുടെ ഏതാണ്ട് ഇടയ്ക്കായിട്ട് വരുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കൊങ്ങാണ്ടൂർ. സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലം. എല്ലാവരും തന്നെ ചെറുകിട കൃഷിക്കാർ. അങ്ങനെ സാമ്പത്തികമായിട്ടും ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയാൻ സാധിക്കും. പിന്നെ പാവപ്പെട്ടവരും എല്ലാം ഉൾക്കൊള്ളുന്ന വിവിധ മതവിശ്വാസങ്ങളിൽ പെടുന്നവർ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടാണ്. ആ നാടിൻ്റെ പ്രകൃതി എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൻ്റെ നൈസർഗികമായ ശാന്തതയും ശാലീനതയും സൗന്ദര്യവും ഒക്കെ ഏറെ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുകൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. പന്നകം തോട് എന്നാണ് അതിൻ്റെ പേര്. അതുതന്നെ വളരെ പ്രശസ്തമാണ്.
പക്ഷേ ആ തോടുമായി ഒത്തിരി ബന്ധം എനിക്കുണ്ട്. ഒരു ആത്മബന്ധം പോലെയുള്ള ബന്ധം ആ തോടുമായിട്ടുണ്ട്. അവിടുത്തെ കുളിയും കളിയും ഒക്കെ അന്നെന്ന പോലെ ഇപ്പോഴും മനസ്സിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ കാലഘട്ടത്തിൽ ചിലപ്പോഴെങ്കിലും അവമതിക്കപ്പെടുന്നുവെങ്കിലും കർഷക കുടുംബങ്ങളും കാർഷിക വൃത്തിയും ഈ മലയാള നാടിൻ്റെ സംസ്കാരത്തെയും നന്മകളെയും പടുത്തുയർത്തുവാൻ എത്രമാത്രം സഹായിച്ചിരുന്നു എന്നതിന് പിതാവിൻ്റെ വാക്കുകൾ സാക്ഷ്യമായി മാറുന്നു. അധ്വാനശീലവും ഉള്ളതിൽ തൃപ്തിപ്പെടുവാനുള്ള വലിയ മനസ്സും ആഡംബര ജീവിതത്തോടുള്ള വിമുഖതയും തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത നന്മകൾ ആ കാലഘട്ടം തനിക്കും ഏറെ തലമുറകൾക്കും പകർന്നു നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. വളരെ അധ്വാനം ശീലമുള്ള ഒരു ചെറുപ്പകാലവുമായിരുന്നു അത്. വീട്ടിലും എൻ്റെ ചാച്ചന് കുടുംബം പുലർത്തുവാൻ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഒരു ചെറുകിട കൃഷിക്കാരൻ നിലയിൽ കൃഷിയിൽ മാത്രം ആശ്രയിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ആണ് കുടുംബത്തെ പുലർത്തിയിരുന്നത്. അതിനായി കഠിനാധ്വാനം ചെയ്യുന്ന സ്വന്തം ചാച്ചനെ കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ അമ്മയും സഹോദരങ്ങളുമൊക്കെ വീടിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ജോലികളിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ഏറ്റവും ഇളയ പുത്രനായിരുന്നതുകൊണ്ട് മറ്റുള്ളവരുടെയൊക്കെ കൂടുതലായ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു സാഹോദര്യത്തിലും സ്നേഹത്തിലും ഒക്കെ കഴിഞ്ഞ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. വീട്ടിൽ സമൃദ്ധി ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല. സാധാരണ ഒരു കുടുംബത്തിൻ്റെ ചുറ്റുപാടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു. വലിയ ആഡംബരത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതിനുള്ള ആഗ്രഹവും ഒരിക്കലും തോന്നിയിരുന്നില്ല. കാരണം വീട്ടിലെ സാഹചര്യം മനസ്സിലാക്കി അതിനോട് ഇഴുകിച്ചേർന്ന് ജീവിക്കുവാൻ സാധിച്ചു. പരസ്നേഹത്തിൻ്റെയും നന്മയുടെയും ഉദാത്ത മാതൃകകൾ ചെറുപ്പകാലങ്ങളിൽ തൻ്റെ ചുറ്റും നിറഞ്ഞു നിന്നിരുന്നുവെന്ന് അഭിമന്യ പിതാവ് ഓർമ്മിക്കുന്നു. ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ നാട്ടിലുണ്ടായിരുന്ന ഗ്രാമീണത ഏറെ ഹൃദ്യവും നന്മ നിറഞ്ഞതുമായിരുന്നു. ഇന്ന് ഏറെ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും പുറംതോടിനുള്ളിൽ അടയ്ക്കപ്പെട്ട സംസ്കാരത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ബാല്യകാലത്തെ സ്മരിക്കുന്ന അദ്ദേഹം ഒരു തിരിച്ചുപോക്കിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ചുറ്റുപാടുമുള്ള അയൽക്കാർ വിവിധ മതത്തിൽപ്പെട്ടവരായിരുന്നു. പക്ഷേ ഞങ്ങളുടെ സ്വന്തം അയൽക്കാരെ കൂടുതലും അക്രൈസ്തവരായ സഹോദരങ്ങളായിരുന്നു. അവരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധത്തിൽ കഴിയുവാൻ സാധിച്ചു. ആരംഭം മുതലേ വീട്ടിലും അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ആളുകൾ വീടുകളിൽ കയറിയിറങ്ങി വരികയും അവിടെ സമയം ചെലവഴിക്കുകയും സംസാരിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു അനുഭവം, നല്ലൊരു അയൽ ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളത വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. മറ്റുള്ളവരൊക്കെ വീട്ടിൽ വരുന്നതും വീട്ടിലിരുന്ന് സംസാരിക്കുന്നതും അവരെ കേൾക്കുന്നതുമൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. വരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കുക, കാപ്പിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളതിൻ്റെ വീതം
പങ്കുവയ്ക്കുന്നതിലൊക്കെ എൻ്റെ മാതാപിതാക്കൾ വളരെയേറെ താല്പര്യം കാണിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. അങ്ങനെ എല്ലാവരുമായി നല്ലൊരു സൗഹൃദ ബന്ധം, ഒരു സ്നേഹബന്ധം, ഒരു നല്ല അയൽക്കാരെന്ന നിലയിലുള്ള ഒരു ബന്ധം പുലർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഏറെ ചിന്താധാരകൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരള സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം ഉറച്ച ഈശ്വരവിശ്വാസത്തിലൂന്നിയുള്ളതാണ്. തൻ്റെ വീടും പരിസരവും വിശ്വാസ ജീവിത വളർച്ചയ്ക്ക് എത്രമാത്രം തന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അഭിമന്യ പിതാവ് വെളിപ്പെടുത്തുമ്പോൾ അത് വ്യക്തമാണ്. കുടുംബാംഗങ്ങളുടെ, വിശിഷ്യ പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതവും കൂടാതെ അയൽപ്പക്കക്കാരായ അക്രൈസ്തവരുടെ പോലും ജീവിത മാതൃകയും തൻ്റെ ആത്മീയ ബോധ്യങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുണ്ടെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. വീട്ടിലെ ചുറ്റുപാടുകൾ വളരെ സന്തോഷകരമായിരുന്നു. പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സഭാപരമായ ജീവിതത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ ഒക്കെ വളരെയേറെ ശുഷ്കാന്തി പുലർത്തിയിരുന്ന ഒരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. കൃത്യസമയത്ത് പ്രാർത്ഥിക്കുന്നതിൽ നിഷ്കർഷ പുലർത്തിയിരുന്നു. അന്നത്തെ പൊതുവെയുള്ള രീതി വൈകുന്നേരം സായാഹ്നമാവുമ്പോൾ സന്ധ്യാമണി, കുരിശുമണി അടിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, എല്ലാവരും ഒരുമിച്ച് വരിക, അങ്ങനെയുള്ള പ്രാർത്ഥനാശീലം. ഈ കാര്യത്തിൽ ചുറ്റുപാടുമുള്ള ഹൈന്ദവ കുടുംബങ്ങളുടെ മാതൃകയും ഏറെ പ്രചോദനമായിരുന്നു. കാരണം സന്ധ്യ ആകുമ്പോൾ തൊട്ടടുത്തുള്ള നായർ കുടുംബങ്ങളിൽ നിന്ന് നാമജപം ഉയരുന്നത് കേൾക്കുവാൻ സാധിക്കുമായിരുന്നു. കൃത്യമായിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഒരു പ്രാർത്ഥനാ ശീലം വളർത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. പ്രാർത്ഥന ആവശ്യമാണ്, പ്രാർത്ഥന അനിവാര്യമാണ്, അത് എല്ലാവർക്കും ആവശ്യമാണ്. ക്രൈസ്തവർക്ക് മാത്രമല്ല, മറ്റ് ഹൈന്ദവ സഹോദരങ്ങളും പ്രാർത്ഥിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും സ്വാഭാവികമാണ്, അത് അനിവാര്യമാണ് എന്നുള്ള ഒരു ചിന്തയും ബോധ്യവും ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ട്. ചെറുപ്പത്തിൽ തന്നെ പള്ളിയിൽ പോകുന്ന കാര്യത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. മിക്കവാറും ചെറുപ്പത്തിൽ പള്ളിയിൽ പോകാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഉപയോഗിച്ചിരുന്നു. ആ കാര്യത്തിൽ മാതാപിതാക്കളും ഏറെ ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മാതൃക, താല്പര്യം. എൻ്റെ ചാച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മറ്റെന്തെല്ലാം ജോലിത്തിരക്കുകൾ ഉണ്ടായാലും ശരി, രാവിലെ പള്ളിയിൽ പോവുക, കുർബാനയിൽ സംബന്ധിക്കുക എന്നുള്ളത് ചാച്ചൻ്റെ ഒരു നിഷ്കർഷയായിരുന്നു. ഞാനും മിക്കവാറും ആ കൂടെ പള്ളിയിൽ പോകുവാൻ ശ്രദ്ധിച്ചിരുന്നു. പള്ളിയിൽ പോയി വന്നിട്ടാണ് സ്കൂളിലേക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം സ്കൂളിൽ പോയിരുന്നത്. അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒത്തിരിയധികം മാതൃകയും പ്രചോദനവും പകർന്നു തന്നത് എൻ്റെ ചാച്ചൻ്റെ പ്രാർത്ഥനാ ജീവിതം. അതുപോലെ തന്നെ വീട്ടിൽ എല്ലാവരും ഈ കാര്യത്തിൽ കാണിച്ച നല്ല മാതൃക, ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഇതൊക്കെ എൻ്റെ ശൈശവകാലത്ത് ആധ്യാത്മിക ജീവിതത്തിന് ഒരു അടിത്തറ പാകുവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു.
വ്യക്തമായ ആത്മീയ ബോധ്യങ്ങളോടെ തിരുസഭയോട് ചേർന്നു നിലകൊള്ളുന്ന ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നാണ് ഇടവകയും ഭക്തസംഘടനകളുമായി ചെറുപ്പകാലങ്ങളിൽ സൂക്ഷിക്കുന്ന അടുപ്പം. ബഹുമാനപ്പെട്ട പെരുന്തോട്ടം പിതാവിന്റെ ജീവിതത്തിൽ നാം തിരിച്ചറിയുന്ന അനുഭവങ്ങളും വ്യത്യസ്തമല്ല. ചെറുപ്പകാലത്ത് അൾത്താര ബാലനായും വിവിധ ഭക്തസംഘടനകളിൽ പ്രവർത്തകനായുമെല്ലാം ഇടവക പള്ളിയുമായി അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഊഷ്മളമായ ബന്ധം പിൽക്കാലത്ത് ആ ജീവിതത്തിൽ വിളക്കായി മാറി. പഠനഭാരത്തിൻ്റെയും ഭൗതിക വ്യഗ്രതകളുടെയും പേരിൽ ഇക്കാലത്തെ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഇത്തരം നന്മകൾ ആ ജീവിതങ്ങളിൽ ദൂരവ്യാപകമായ കുറവുകൾക്കിടയാക്കുമെന്ന് ബഹുമാനപ്പെട്ട പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കുന്നതോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വേദപാഠം പഠിക്കുന്ന കാര്യത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ, നമസ്കാരങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ, അങ്ങനെ വേദപാഠ ക്ലാസ്സുകളിൽ ഞായറാഴ്ചകളിൽ പോകുക എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമായിരുന്നു. ആ വേദപാഠ ക്ലാസ്സുകളിലെല്ലാം തന്നെ എനിക്ക് സമ്മാനങ്ങൾ തന്നെ എല്ലാ വർഷവും തന്നെ വാങ്ങിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് എനിക്ക് അതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെ ദൈവിക കാര്യങ്ങൾ കേൾക്കുന്നതും അത് അറിയുന്നതും പഠിക്കുന്നതുമൊക്കെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. സൺഡേ സ്കൂളിനോട് ചേർന്നുള്ള മറ്റ് പ്രവർത്തനങ്ങൾ, മിഷൻ ലീഗ് പോലെയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ, അൾത്താര ബാലൻ എന്ന നിലയിലുള്ള എൻ്റെ ആ ഒരു പള്ളിയിലുള്ള ശുശ്രൂഷ, ഇതൊക്കെ എനിക്ക് എൻ്റെ വിശ്വാസ ജീവിതത്തെ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തെ കരിപ്പിടിപ്പിച്ച കാര്യങ്ങളാണ്. കുടുംബവും ഇടവകയും തമ്മിലുള്ള ബന്ധം. കുടുംബം സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ്. സഭയുടെ ഔദ്യോഗികമായ ഒരു സാന്നിധ്യം ഇടവകയിലാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ഇടവകയുമായുള്ള നല്ല ബന്ധത്തിലൂടെയാണ് ഓരോ കുടുംബവും സഭയുടെ ഭാഗമായി, സഭയുടെ വിശ്വാസത്തിൽ പങ്കുചേർന്ന് സഭയോടൊപ്പം വളരുക. ഈ ഒരു ബന്ധം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. വളരെ സുദൃഢമായൊരു ബന്ധം ഇടവകയും ഇടവക ജീവിതവുമായിട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ഇന്ന് ചിലപ്പോഴൊക്കെ ലഭിക്കാതെ പോകുന്നു എന്നുള്ളത് ഇന്നിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് കുടുംബങ്ങളുടെ ആ ഭദ്രത ഓരോ വ്യക്തിയുടെയും ഭാവി ജീവിതത്തിൻ്റെ അടിത്തറ പാകുന്ന കുടുംബത്തിലെ ശൈശവ ജീവിതകാലം, അത് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ തൻ്റെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുകയും നന്മയിലേക്കും വിശ്വാസത്തിലേക്കും കൈപിടിച്ചു നടത്തുകയും ചെയ്ത ഏറെ പേരെ പിതാവ് സ്മരിക്കുന്നു. അതിലൊന്നായിരുന്നു ഇടവകയിലെ അൾത്താര ശുശ്രൂഷയായിരുന്ന ഔസേപ്പ് ചേട്ടൻ. ദേവാലയത്തോട് ചേർന്ന് നിന്നിരുന്ന തങ്ങളെപ്പോലുള്ള കുട്ടികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം അന്ന് വലുതായിരുന്നുവെന്ന് പിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു നാട്ടിൻപുറത്തെ ദേവാലയ അന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന അളവില്ലാത്ത നന്മകളുടെ ഉദാഹരണം കൂടിയാണ് ഈ അനുഭവം. ദേവാലയവുമായുള്ള ഇടവകയുമായുള്ള ബന്ധത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ച മറ്റൊന്ന് എൻ്റെ ഇടവകയിലെ ദേവാലയ ശുശ്രൂഷി കപ്പ്യാരച്ചനാണ്.
അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഞാൻ ദേവാലയത്തിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുവാൻ പഠിക്കുന്നത്. ഒരു അൾത്താര ബാലനായി മദ്ബഹ ശുശ്രൂഷകനായിട്ട് പരിശീലനം നേടുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. വളരെ നിഷ്കർഷയോടെ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിക്കുന്നു. കൃത്യമായി പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നു. അന്ന് സുറിയാനിയിലായിരുന്നു കുർബാന അർപ്പിച്ചിരുന്നത്. അപ്പോൾ സുറിയാനിയിൽ കുർബാനയ്ക്ക് കൂടാൻ പഠിപ്പിക്കുക, ചൊല്ലി കേൾപ്പിക്കുക, അത് കാണാതെ പിടിച്ച് ചെല്ലുക, പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരിക, പോരായ്മകളെല്ലാം അപ്പോൾ പരിഹരിച്ച് തരിക. ഇതൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഒരു നല്ല ഒരു ഗുരുവിൻ്റെ ആ ഒരു മനോഭാവത്തോടുകൂടെ, അതേസമയം ഒരു അപ്പൻ്റെ വാത്സല്യത്തോടെ, അതേസമയം തിരുത്തേണ്ടത് തിരുത്തി നൽകിയ ഒരു പരിശീലനം. ആ കപ്പിയാരച്ചൻ, ഔസേപ്പ് ചേട്ടൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ആ കപ്പിയാരച്ചൻ, അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ജീവിതവും മാതൃകയും ശുഷ്കാന്തിയും ഒക്കെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളാണ്. ഭക്തിപൂർവം ദേവാലയത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുകയും ചെയ്യുന്ന ഔസേപ്പ് ചേട്ടൻ. ഇങ്ങനെയുള്ള ചില വ്യക്തികൾ അവരുടെ ആ നല്ല ആത്മാർത്ഥതയോടുകൂടിയുള്ള ശുശ്രൂഷ, അതെല്ലാം ബാലമനസ്സുകളിലും ഏറെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. സ്വന്തം നാടിൻ്റെയും വീടിൻ്റെയും നന്മകൾ സ്വാംശീകരിച്ചു വളർന്ന ഒരു പുരോഹിത ശ്രേഷ്ഠൻ. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ആധുനിക ജീവിത സംസ്കാരങ്ങളുടെയും സാമൂഹിക കാഴ്ചപ്പാടുകളുടെയും പൊള്ളത്തരം കൂടിയാണ്. നന്മകളിലേക്കും വിശ്വാസ സ്ഥിരതയിലേക്കുമുള്ള തിരിച്ചുപോക്കിൻ്റെ ആവശ്യകതയെ ഈ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നന്മകളാലും നിസ്വാർത്ഥ സ്നേഹത്താലും സമ്പുഷ്ടമായ ഒരു വരും കാലത്തിനു വേണ്ടി നമുക്കാഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു 5 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ഒരച്ഛനാകണം എന്നുള്ള ആഗ്രഹം എന്നിൽ ജനിച്ചിരുന്നു. അതെങ്ങനെ എന്ന് എനിക്ക് നിശ്ചയമില്ല, പക്ഷേ അങ്ങനെ ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടായതായിട്ട് ഞാൻ ഓർക്കുന്നു. നമ്മുടെ സമർപ്പണത്തിൻ്റെ തോതനുസരിച്ചാണ് ദൈവത്തിന് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക. വാസ്തവത്തിൽ പൗരോഹിത്യം, സന്യാസ ജീവിതം ഇതെല്ലാം പൂർണ്ണമായ സമർപ്പണത്തിന് വേണ്ടിയുള്ള വിളിയാണ്. അവിടെ സമർപ്പണം ഭാഗികമാകുന്നുവെങ്കിൽ ദൈവത്തിന് അതിലൂടെ അധികം പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ ദാനം കിട്ടിയ ആൾക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഈ ദാനം തൻ്റെ സ്വന്തം മഹത്വത്തിനും വളർച്ചയ്ക്കും വേണ്ടി വിനിയോഗിക്കുവാനുള്ളതല്ല, മറിച്ച് സമൂഹത്തിന് മുഴുവനും വേണ്ടി സമർപ്പിക്കുവാനുള്ളതാണ്. വിനീതമായ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സ്വതന്ത്രമായ ഒരു തിരഞ്ഞെടുപ്പ്, ഔദാര്യപൂർവമായ ഒരു ദാനം എന്ന നിലയിൽ അതിനെ കണ്ടുകൊണ്ട് ആ ദാനത്തിന് അനുസൃതമായ രീതിയിൽ സ്വയം സമർപ്പിക്കുവാൻ തയ്യാറാകണം എന്നുള്ളത്. മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, സഹപാഠികൾ, ഇടവക സമൂഹം ഇവരെല്ലാം ഇതിനോട് സഹകരിച്ച് ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോഴാണ് ദൈവവിളികൾ സമർത്ഥമാകുന്നതും അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നതും.